നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മലനിരകളിൽ വലിയ തോതിൽ ധാതു സമ്പത്ത് അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്ന വാദവുമായി സൗദി അറേബ്യയിലെ ഖനി വിദഗ്ധർ. അറേബ്യൻ നുബിയൻ ഷീൽഡിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ഈ മലനിരകളിൽ മൊത്തം $2.5 ട്രില്യൺ ധാതു സമ്പത്ത് ഉണ്ടെന്നാണ് സർക്കാർ കണക്കാക്കുന്നത്. അതായത് സൗദി അറേബ്യയുടെ മൊത്തം വാർഷിക GDP-യുടെ ഇരട്ടിയിൽ അധികം ഇവിടെ ഉണ്ടെന്ന സാരം. ധാതു സമ്പത്തിൽ ഭൂരിഭാഗവും പടിഞ്ഞാറൻ തീരത്തെ ഈ സ്പെസിഫിക് പാറകളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. വൈവിധ്യവൽക്കരണ ശ്രമങ്ങളുടെ ഭാഗമായി 2030 ആകുമ്പോഴേക്കും മൊത്തത്തിലുള്ള GDP-യിൽ ഖനനത്തിന്റെ സംഭാവന $17 മില്യൺ നിന്ന് $75 മില്യൺ ഉയർത്താൻ സൗദി അറേബ്യ ശ്രമിക്കുന്നതിന് ഇടയിൽ കൂടിയാണ് ഇങ്ങനെയൊരു കണ്ടെത്തൽ കൂടി വരുന്നത്. ജനുവരിയിൽ ഈ മേഖലയിലെ 25,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള പ്രദേശത്തെ പരിവേഷണ ടെൻഡറുകൾ ഭരണകൂടം പുറപ്പെടുവിച്ചിരുന്നു. സ്വർണം ഉൾപ്പെടെയുള്ള ധാതുക്കൾ ഇവിടെ ഉണ്ടായേക്കാമെങ്കിലും പരിവേഷണ ഘടകം ദൈർഘ്യമേറിയിരിക്കുമെന്നാണ് വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സാഹചര്യത്തിൽ രാജ്യം ഒരു മത്സരാധിഷ്ഠിത ധാതു കയറ്റുമതിക്കാരനാകാൻ വർഷങ്ങൾ എടുത്തേക്കുമെന്നും അവർ വ്യക്തമാക്കി. അന്താരാഷ്ട്ര കമ്പനികളുമായി ചേർന്ന പുതുക്കിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എത്രയും പെട്ടെന്ന് തന്നെ പരിവേഷണം പൂർത്തിയാക്കാനാണ് സൗദി അറേബ്യ ശ്രമിക്കുന്നത്. ധാതു ഖനനത്തിന്റെ കാര്യത്തിൽ സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും ആവേശകരമായിട്ടുള്ള മേഖലകളിൽ ഒന്നായി മാറിയിരിക്കുന്നുവെന്നാണ് ഓസ്ട്രേലിയൻ കമ്പനിയായ ഫ്ലീറ്റ് സ്പേസിന്റെ സഹസ്ഥാപകനും CIOയുമായ ഫ്ലാവിയ ഡാറ്റ നാട്സിനി അഭിപ്രായപ്പെടുന്നത്. ധാതുക്കൾക്കായി ഭൂമിയുടെ ഉപരിതലം സ്കാൻ ചെയ്യുന്ന ഉപഗ്രഹ സാങ്കേതിക വിദ്യ സ്വന്തമായുള്ള കമ്പനിയാണ് ഈ ഫ്ലീറ്റ് സ്പേസ്. ധാതുക്കൾക്കായി തിരയുന്നതിനായി ജനുവരിയിൽ സൗദി സർക്കാർ ഉടമസ്ഥയിലുള്ള ഖനന ഭീമനായ മാഡനുമായും പ്രാദേശിക ടെക് കമ്പനിയായ തഹ്രീസുമായും അവർ ഒരു ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. റിയോ ടിൻഡോ, ബാരിക് ഗോൾഡ് എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ ഖനന കമ്പനികൾ ഫ്ലീറ്റ് സ്പേസിന്റെ സാങ്കേതിക വിദ്യ ഇതിനോടകം തന്നെ ഉപയോഗിക്കുന്നുമുണ്ട്. ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ 7 കിലോമീറ്ററോളം ഭൂമിക്കടിയിൽ കാണാനും 3D ചിത്രങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും. ആയിരക്കണക്കിന് വർഷങ്ങളായി അറേബ്യൻ ന്യൂയേഷ്യൻ ഷീൽഡിന് മുകളിലുള്ള ഭൂമിയിൽ വസിക്കുന്ന ജനങ്ങൾ പാറകളിൽ നിന്ന് സ്വർണം, ചെമ്പ്, വെള്ളി, സിങ്ക് എന്നിവ ഖനനം ചെയ്തിട്ടുണ്ട്. ഇത് വ്യാവസായികവൽക്കരിക്കുകയാണ് എന്നാണ് സൗദിയുടെ പ്രധാന ലക്ഷ്യം. രാജ്യത്ത് സ്വർണം, ചെമ്പ് ഖനികൾ പ്രവർത്തനത്തിലുണ്ടെങ്കിലും ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ നിലവാരത്തിലേക്ക് അതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. രാജ്യത്തിന്റെ ഖനനത്തിന്റെ ഭൂരിഭാഗം നിയന്ത്രിക്കുന്ന കമ്പനി മാഡനാണ്. 2040 ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ ഖനന മേഖലയായി സൗദി മാറുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ചെമ്പ്, നിക്കൽ, സ്വർണം, വെള്ളി തുടങ്ങിയ ധാതു നിക്ഷേപങ്ങൾ തിരിച്ചറിയുന്ന ജിയോ ഫിസിക്കൽ സർവേ നിർമ്മിക്കുന്ന അരിസോണ ആസ്ഥാനമായുള്ള ഇവാൻഹോ ഇലക്ട്രിക്കുമായി 2 വർഷം മുമ്പ് ഒരു സംയുക്ത സംരംഭത്തിലും കമ്പനി ഒപ്പുവച്ചിട്ടുണ്ട്. അറേബ്യൻ ന്യൂബിയൻ ഷീൽഡ് സാങ്കേതിക വിദ്യയ്ക്ക് ഇന്നുവരെയുള്ള ഏറ്റവും വലിയ പരീക്ഷണ കേന്ദ്രമായിരിക്കുമെന്ന് ഇവാൻഹോ പറയുന്നു. ജനുവരിയിൽ സംയുക്ത സംരംഭം ഡ്രില്ലിംഗിന് അനുയോജ്യമായ 3 മേഖലയിൽ തിരിച്ചറിഞ്ഞു. 48,500 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പ്രായോഗിക ധാതു ശേഖരണത്തിനായുള്ള അന്വേഷണമാണ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നൂതന സാങ്കേതിക വിദ്യകൾ രാജ്യത്തിന്റെ വിശാലമായ ധാതു സാധ്യതകൾ അൺലോക്ക് ചെയ്യുന്നതിനുള്ള ശരിയായ ഉപകരണങ്ങളാണ് മാഡൻ CEO ബോംബ് വിൽറ്റ് അഭിപ്രായപ്പെട്ടു.